വെച്ചാൽ ഇന്ന് നമുക്കറിയാം കൃഷി തന്നെ ആയിക്കോട്ടെ. ഇന്നിപ്പോ പണ്ടൊക്കെ നമുക്ക് എവിടെയെങ്കിലാണ് ഒരു ക്യാൻസർ രോഗിയെ കണ്ടിരുന്നത്. പതുക്കെ പതുക്കെ ഇതെന്തായി, നമ്മുടെ നാട്ടിൽ കുറച്ച് പേരായി, നാട്ടിൽ കൂടുതൽ പേരായി, പഞ്ചായത്തിൽ കുറച്ചധികം പേരായി, നമ്മുടെ വാർഡിൽ കുറച്ചധികം പേരായി. ഇന്ന് നമ്മളുടെ കുടുംബങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ ക്യാൻസർ രോഗികളില്ലാത്തൊരു കുടുംബം ഉണ്ടാവില്ല. നാളെ അത് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരാൻ പോവുകയാണ് അല്ലേ? എന്തുകൊണ്ടാ? അതിൻ്റെയൊക്കെ കാരണം എന്താ? നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന കുറെ വിഷം കലർന്ന പല പച്ചക്കറി ആയിക്കോട്ടെ, ഫ്രൂട്ട്സ് ആയിക്കോട്ടെ, മീറ്റ് ആയിക്കോട്ടെ, ഇതെല്ലാം. അപ്പൊ ഇതിനെ ഒരു പരിധി വരെ ജൈവമായ രീതിയിൽ വളരെ ഓർഗാനിക് ആയിട്ട് ചെയ്യാൻ സാധിച്ചാൽ കൃഷിക്ക് നല്ല സാധ്യതയുള്ള മണ്ണാണ്. പക്ഷെ അതിന് വേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിക്കാത്ത കാരണം കൊണ്ട് പുറത്തുനിന്നിട്ട് വരുന്നതാണ് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത്. അതൊരു ബിസിനസ്സായി കണ്ടുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളുടെ പ്രൊജക്റ്റിലേക്ക് കിടക്കാം. നമ്മളിവിടെ കൃഷി എന്ന് പറയുമ്പോൾ ആ കൃഷി, ഞാൻ ഈ പറഞ്ഞ കൃഷിയെ കുറിച്ചല്ല ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നത്, അത് ഞാൻ പറയാം. ഇവിടെ നമ്മൾ എന്താണ്, ഇവിടെ കൃഷിയുമായിട്ട് കണക്ട് ആയിക്കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിന്റെ പേര്, ഞാൻ ആദ്യം പറയാൻ പോകുന്ന പ്രൊജക്റ്റിന്റെ പേര് നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ എന്നാ. ഇത് ടൂറിസമായിട്ട് കണക്ട് ചെയ്തിട്ടാ. ഓക്കെ, നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അപ്പൊ പേരിൽ തന്നെ ഉണ്ട്, എന്താണ് പേരിൽ തന്നെ എന്താണ്? ചന്ദനത്തോപ്പിൽ താമസിക്കാം എന്നല്ലേ? ഓക്കെ, നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ നേട്ടുണ്ടോ? ആ പേരുമായിട്ട് എന്തെങ്കിലും സാമ്യമില്ലേ? അപ്പോ ഈ പേരിൽ തന്നെ നമ്മൾ വിജയിപ്പിക്കുക, ബ്രാൻഡ് ചെയ്യണം. അവിടെ നമുക്ക് പാർക്കാൻ ചന്ദനത്തോപ്പുകൾ. അപ്പോ ചന്ദനം വേണ്ട അവിടെ പേരിനെങ്കിലും. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മനോഹരമായിട്ടുള്ള കേവ് കോട്ടേജ് ആണ്. ആ ഒരു കോട്ടേജ് ഇവിടെ നമ്മളുടെ ഈ ഒരു പ്രൊജക്ടിന്റെ വേറൊരു വാക്യം കൂടി നമുക്ക് പറയാം. ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ആൻഡ് ലെഗസി. അതായത് ഹെൽത്ത് ഉണ്ടെങ്കിലേ എന്തുണ്ടാവുള്ളൂ, നമുക്ക് സന്തോഷം ഉണ്ടാവുള്ളൂ. വെൽത്ത് അല്ല, സന്തോഷം ഉണ്ടാവുള്ളൂ. അതോടൊപ്പം തന്നെ വെൽത്ത് ഉണ്ടെങ്കിലും എന്തുണ്ടാവുള്ളൂ, സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പൊ ഈ കാര്യം ഇത് കിട്ടിയാൽ ഇത് ഓട്ടോമാറ്റിക് കിട്ടും അല്ലേ? അതായത് ഹെൽത്ത് ഓക്കെ ആയാൽ സമാധാനവും സന്തോഷവും ഉണ്ട്. പക്ഷെ അവിടെ ഒരു ചെറിയൊരു സാധനത്തിന്റെ കുറവുണ്ട്, എന്താണ്? സമ്പത്ത്. അപ്പൊ സമ്പത്തും കിട്ടിക്കഴിഞ്ഞാൽ മറ്റേ സംഭവം ഓക്കെ ആയി, അതായത് ഹാപ്പിനെസ്. ഈ ഹെൽത്തും വെൽത്തും ഓക്കെ ആക്കി സന്തോഷം കൊടുക്കുമ്പോൾ ഒരാളും പറയാത്ത ഒരു കാര്യമാണ്, ഇത് പാരമ്പര്യത്തിലേക്ക് കൂടി കിട്ടും. എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു ജോബിലോ ബിസിനസ്സിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹെൽത്ത്, വെൽത്ത്, ഹാപ്പിനെസ് ചിലപ്പോൾ ക്യാപ്ഷനൊക്കെ കാണാം, പക്ഷെ ലെഗസി കാണില്ല. അപ്പൊ നമ്മളിവിടെ അതുകൂടി കൂട്ടിച്ചേർക്കുന്നു, അതായത് പാരമ്പര്യം കൂടി കൂട്ടിച്ചേർക്കുന്നു. കാരണം നമ്മൾക്ക് ഉണ്ടാവുന്ന ആരോഗ്യം, നമ്മൾക്ക് ഉണ്ടാവുന്ന സമ്പത്ത്, നമ്മൾക്ക് ഉണ്ടാവുന്ന സന്തോഷം, ഇത് നമ്മളുടെ പാരമ്പര്യമായിട്ട് നമുക്ക് കിട്ടുകയാണെങ്കിലോ, പാരമ്പര്യത്തിലേക്ക് കണക്ട് ചെയ്ത് തലമുറയിലേക്ക് നമുക്ക് കൈമാറ്റം ചെയ്യാൻ പറ്റുന്ന ഒരു